അപ്പോൾ ഇതാണ് കേട്ടോ പാടത്താളി. നിങ്ങൾക്കിപ്പോൾ മുടി കൊഴിച്ചലിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുത്ത് മുടി നല്ല ഉള്ളോട് കൂടി വളരാൻ സഹായിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ഷാമ്പു ആണിത്. അപ്പോൾ അതിന്റെ ഇടയിൽ നമ്മൾ കണ്ടൊരു സാധനമാണ് കേട്ടോ ഇത്. കൂണാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് കൂൺ ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യണേ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പാടത്താളിയാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കുറേ ദിവസമായില്ലേ നമ്മൾ ഹെയർ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. ഞാനും സത്യം പറഞ്ഞാൽ കറക്റ്റായിട്ട് ഹെയർ കെയർ ഫോളോ ചെയ്തിട്ട് കുറേ ദിവസമായി കേട്ടോ. മഴയും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളും അങ്ങനെയാണെന്ന് കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറക്റ്റ് പറഞ്ഞാൽ ഞാൻ ഈ ഒരാഴ്ചയാണ് റുട്ടീനൊക്കെ, നമ്മുടെ ആ ഒരു ഹെയർ കെയർ റുട്ടീനൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തത് ഈ ഒരാഴ്ചയാണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്താലോ, പിന്നെ ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചലുണ്ട്, അപ്പോൾ നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചലഞ്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. കാരണം നമുക്ക് ഈ മഴ മാറിയോന്നൊന്നും അറിയുന്നില്ല, മഴയുടെ കാര്യം പറയാൻ പറ്റില്ല. അപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്കത് പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ചലഞ്ചിൻ്റെ കാര്യം ഞാൻ പറയാം. എന്തായാലും നമുക്ക് ചെയ്യാം, അടുത്ത് തന്നെ നമുക്ക് എന്തായാലും ചലഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അത് എപ്പോഴാണെന്നുള്ളത് കറക്റ്റായിട്ട് പറയുന്നില്ല, ഞാൻ പറയാം. അപ്പോൾ ഇന്ന് നമുക്ക് പാടത്താളി ചെയ്യാം. പാടത്താളി നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ, എല്ലാവർക്കും അറിയാം, പക്ഷെ കുറച്ച് പേരൊക്കെ ഇപ്പോഴും പാടത്താളി ഏതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നും കൂടി പാടത്താളി കാണിച്ചു തരുമോ? എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ നിങ്ങൾ അയച്ചു തരുന്നുണ്ട് കേട്ടോ, ഇതാണോ പാടത്താളി എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ പാടത്താളി ഇപ്പോൾ ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല, മഴയായിട്ട് ഇങ്ങോട്ടേക്ക് അധികം ഇറങ്ങാറില്ല കേട്ടോ. അപ്പോൾ നോക്കാം കേട്ടോ, ഞാൻ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഞാൻ പാടത്താളി എങ്ങനെയാണ് ഉള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അയക്കുന്നത് പാടത്താളി പോലെയുള്ള ഒരു ഫോട്ടോ തന്നെയാണ്. പക്ഷെ അത് ഏതാ ചെടി എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. പക്ഷെ അത് കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്കത് പാടത്താളി പോലെ തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ പാടത്താളി എങ്ങനെയാണ് ഉള്ളതെന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിവിടെ ഒരു സാധനം കണ്ടു കേട്ടോ. അത് നമുക്ക് പറിച്ച് വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ മറന്നു പോകും കേട്ടോ. നമ്മൾ പാടത്താളിയൊക്കെ തപ്പി വരുമ്പോഴത്തേക്ക് ഞാനത് മറന്നു പോകും. അപ്പോൾ കുറേ ആയി, ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് പറമ്പിലേക്ക് ഇറങ്ങലില്ല. അപ്പോൾ അതുകൊണ്ട് കാണാതെ പോയതാണ് കേട്ടോ. കൊക്കോ കാപ്പിയാണ്, അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പറിച്ച് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ പാടത്താളി ഉണ്ടല്ലോ, പാടത്താളി മാത്രമല്ല, എനിക്ക് താളികളെല്ലാം തന്നെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്താ പറയുക, നമുക്ക് വേറെ ദോഷങ്ങളൊന്നുമില്ല, നമ്മുടെ മുടിക്ക് നല്ലത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എല്ലാ താളികളും ഇഷ്ടമാണ്. പിന്നെ പാടത്താളി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ കുറയ്ക്കാനും മുടി നല്ല ഉള്ളോട് കൂടി വളരാനൊക്കെ നന്നായിട്ട് സഹായിക്കും. ഒറ്റ യൂസിൽ നന്നായിട്ട് വരുന്നൊന്നും പറയില്ല, പക്ഷേ നമുക്ക് പിന്നെ നമ്മുടെ റുട്ടീനിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ, നമ്മൾ ആഴ്ചയിൽ ഒരു 2-3 തവണയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ, കെമിക്കൽ ഷാമ്പു ഒക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഇതുപോലത്തെ പാടത്താളികളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നോക്കട്ടെ, ഞാൻ കാണിച്ചു തരാം. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയിൽ, ആ വീഡിയോയുടെ താഴെ ഞാനൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റ് ഇട്ട കുട്ടിയും വിഷമത്തോടു കൂടിയാണ് പറഞ്ഞത്. കമൻറ്റ് കണ്ടപ്പോൾ എനിക്കും വിഷമമായി കേട്ടോ. ചേച്ചി, ഞാൻ സ്ഥിരമായിട്ട് ചേച്ചിയുടെ വീഡിയോ കാണുന്നതാണ്. അപ്പോൾ കമൻറ്റ് ചെയ്തിട്ട് ചേച്ചി റിപ്ലൈ ചെയ്തിട്ടില്ല. ഞാൻ ഇട്ട കമൻറ്റ് കഴിഞ്ഞിട്ടുള്ളവർക്ക് റിപ്ലൈ കൊടുത്തു, സെലക്റ്റീവായിട്ടാണ് റിപ്ലൈ കൊടുക്കുന്നതെന്നൊക്കെ ആ കുട്ടി വിഷമത്തോടു കൂടിയാണ് കേട്ടോ എനിക്ക് ചോദിച്ചത്. മോശം കമൻറ്റ് അല്ല. അപ്പോൾ എനിക്കും കമൻറ്റ് കണ്ടപ്പോൾ വിഷമം തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ, നിങ്ങൾ കമൻറ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മുടെ ചില കമൻറ്റുകൾ ഹൈഡായി പോവും. അത് നമ്മൾ ചില വാക്കുകൾ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കുത്ത്, കോമ, നമ്പറുകൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളിങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അത് മോശം കമൻറ്റുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചില വേർഡ്സുകൾ അങ്ങനെയൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മടുത്തു കേട്ടോ. അപ്പം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ നമ്പറുകളോ ലിങ്കുകളൊക്കെ വന്ന്, ചിലവരിപ്പോൾ നിങ്ങൾ ഇട്ട കമൻറ്റിൻ്റെ താഴെ വേറെ ആരെങ്കിലും കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഒരു ലിങ്കൊക്കെ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് അത് ബ്ലോക്കായി പോകും. അപ്പോൾ നമുക്കത് കാണാൻ പറ്റില്ല. നിങ്ങൾക്കത് കാണാൻ വേണ്ടി പറ്റും, പക്ഷേ നമ്മുടെ വൈറ്റി സ്റ്റുഡിയോയിൽ നമുക്ക് ആ ഒരു കമൻറ്റ് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കമൻറ്റ് ഞാൻ കാണാതെ പോയത്. ഞാൻ ഒരുപാട് നോക്കിയിട്ട് ആ കുട്ടിയുടെ കമൻറ്റ് ഉണ്ടോ എന്നുള്ളത് ഞാൻ നോക്കി, പക്ഷെ കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ആ കുട്ടി ഇട്ട കമൻറ്റിൽ എന്തെങ്കിലും നമ്പറുകളോ കുത്തോ കോമയോ എന്തോ ഉണ്ട്. അതുകൊണ്ടാണ് ആ കമൻറ്റ് പിന്നെ ബ്ലോക്കായി പോയിട്ടുള്ളത്. അപ്പോൾ ആ മോള് വീഡിയോ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. മോള് വീഡിയോ കണ്ടോയെന്ന് കമൻറ്റ് കണ്ടോയെന്ന് എനിക്കറിയില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ കാര്യം. ഞാൻ ഒരിക്കലും സെലക്റ്റീവായിട്ട് ആർക്കും ഞാൻ റിപ്ലൈ കൊടുക്കില്ല. എനിക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ അറിയുന്ന കാര്യമാണെന്ന് പറയും, അറിയാത്ത കാര്യമാണെങ്കിൽ എനിക്കതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറയൂ കേട്ടോ. അപ്പം കമൻറ്റ് ഇടുമ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ പാടത്താളി അന്വേഷിച്ച് ഒരുപാട് നടന്നു കേട്ടോ. പറമ്പ് ഒരു റൗണ്ട് മൊത്തം ഞാൻ കറങ്ങി. പക്ഷെ ഞാൻ പാടത്താളി കണ്ടില്ല. ഞാൻ വേറൊരു സംഭവം കണ്ടു. ഞാനത് കാണിച്ചു തരാം കേട്ടോ. എന്തായാലും നമ്മൾ പാടത്താളി തപ്പി ഇറങ്ങിയത് വെറുതെ ആയില്ല. ഇത് കണ്ടോ,
കൂണാണ്, നിറച്ചുണ്ട് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തും സൈഡിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ കൂണ്. എനിക്ക് തോന്നുന്നു കൂണ് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല. ചിലവർക്കൊക്കെ ഇഷ്ടമുണ്ടാവില്ല കേട്ടോ, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കൂണ്. ഇപ്രാവശ്യം നമുക്ക് അധികം അങ്ങനെ കൂണ് കിട്ടിയിട്ടില്ല. കിട്ടിയിരുന്നു കേട്ടോ, 1, 2 അങ്ങനെയൊക്കെ പറഞ്ഞ് കിട്ടിയിരുന്നു. പക്ഷേ ഇത്ര എണ്ണം നമുക്ക് ഒന്നിച്ച് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് കൂണ് ഞങ്ങളിവിടെ കറി ഉണ്ടാക്കും. പിന്നെ കൂണ് നമ്മൾ ചുട്ട് തിന്നില്ലേ, എത്ര പേര് ചുട്ട് തിന്നെന്ന് എനിക്കറിയില്ല. ആദ്യം നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. നമ്മളിങ്ങനെ മത്തൻ്റെ ഇലയൊക്കെ എടുത്തിട്ട് അതിനകത്ത് കൂണിട്ടിട്ട് കൂണിൽ കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് അങ്ങനെയൊക്കെ ഇട്ടൊന്ന് തിരുമ്മിയിട്ട് നമ്മൾ വാഴയല്ല മത്തൻ്റെ ഇലയിൽ പൊതിഞ്ഞിട്ട് വാഴയിലയുടെ നാര് വെച്ച് ചുറ്റി കെട്ടിയിട്ട് നമ്മളിങ്ങനെ ചുട്ടെടുക്കും. കനലില്ലേ നമ്മുടെ തീക്കനലിൽ നമ്മളിങ്ങനെ ചുട്ടെടുക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ. ഭയങ്കര ഒരു നൊസ്റ്റ് ഫീലാണ്. നമ്മളങ്ങനെ കിട്ടുമ്പോൾ ചെയ്യും കേട്ടോ. നമ്മൾ കറി വെക്കുന്നതിന് കൂടെ തന്നെ കുറച്ചൊക്കെ, അധികമൊന്നും കിട്ടലില്ലല്ലോ. നമ്മുടെ ആദ്യത്തെ പോലെയൊന്നും ഇപ്പോൾ കൂണൊന്നും കിട്ടലില്ല. പക്ഷേ ഇത് എന്താണെന്നറിയില്ല, ഇന്നിപ്പോൾ ഇറങ്ങി വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും കിട്ടില്ലായിരുന്നു കേട്ടോ. നാളത്തേക്ക് ഇത് എന്തായാലും ചീഞ്ഞു പോകും. പക്ഷേ അത്യാവശ്യം ഇവിടെ ഉണ്ട് കേട്ടോ, അപ്പുറത്തെ വശത്തൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും ഒന്ന് നോക്കട്ടെ കേട്ടോ. കംപ്ലീറ്റ് പറിച്ചിട്ടേ ഞാൻ ഇന്ന് എന്തായാലും പോവുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, ഇത്രയും കൂണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും പാടത്താളി നോക്കി ഇറങ്ങിയത് വെറുതെ ആയില്ല. ഞാൻ ഒരെണ്ണം പോലും ഞാൻ മിസ് ചെയ്തിട്ടില്ല കേട്ടോ. ചെറിയൊരു കഷ്ണം പോലും ഞാൻ മിസ് ചെയ്യാണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ. ഞാനിപ്പോൾ പാടത്താളിയൊക്കെ വിട്ടിട്ട് കൂണ് അന്വേഷിച്ച് നടക്കുമായിരുന്നു ഇവിടെ മൊത്തം. അപ്പം എല്ലാം നല്ല തന്നെയാണ് കേട്ടോ, അങ്ങനെ ഇതായിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഇത് മൊത്തം നാശമായി പോയേനെ. പക്ഷെ എന്നാലും വീട്ടിൽ ചെന്നിട്ട് നോക്കണം, എത്ര നല്ലതുണ്ട് എന്നൊക്കെ ഉള്ളത് നോക്കണം. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് ഹാപ്പിയാണ് കേട്ടോ. ഞാൻ ഇന്നിപ്പോൾ രാവിലെ ഇറങ്ങിയതാണ് പാടത്താളി കാണിക്കാൻ വേണ്ടിയിട്ട്. പാടത്താളി ഞാൻ അവിടെ ഇവിടെയൊക്കെ കണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് നമുക്കൊരു മരത്തിലൊക്കെ ചുറ്റി കയറിയതുണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഈ പാടത്താളി എന്ന് പറയുന്നത് നമ്മുടെ പറമ്പിലൊക്കെ ഇങ്ങനെ എന്താ പറയുക, നിലത്ത് കൂടെയൊക്കെ ഇങ്ങനെ പിന്നെ ചുറ്റി വരിഞ്ഞൊക്കെ പോകും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇവിടെ കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ പറമ്പിലായതുകൊണ്ട് നല്ല ചീവീടിൻ്റെ ശബ്ദമുണ്ട്. മൈക്കിലൂടെ എത്ര കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല രീതിയിൽ ചീവീടിൻ്റെ ശബ്ദമുണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഈ ഒരു സംഭവമാണ്. ഇത് ഞാനിപ്പോൾ ഇവിടെ കണ്ടതാണ് കേട്ടോ. ഈ ഒരു സംഭവം, ഇത് കൂണാണ്, ഇതല്ല. ഈ ഒരു സംഭവമാണ് നിങ്ങൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ അയച്ചു തന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇതാണ് എന്നുള്ളതാണ് കേട്ടോ. ഇത് കണ്ടോ, കാപ്പിയുടെ ഇതിൽ ചുറ്റിക്ക് പോയിരിക്കുന്നത് കാണുമ്പോൾ പാടത്താളിയുടെ പോലെ തന്നെ ഉണ്ട്. പക്ഷെ പാടത്താളി അല്ല കേട്ടോ. നമുക്ക് നേരിട്ട് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും പാടത്താളി അല്ല. പാടത്താളി ഞാനിതവിടെ ചെറുതൊരെണ്ണം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പൈനാപ്പിളിൽ ചുറ്റിപ്പോയിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, എൻ്റെ കയ്യിൽ കൂണായതുകൊണ്ട് ഇപ്പോൾ രക്ഷയില്ലാത്ത അവസ്ഥയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് പാടത്താളി. ഞാൻ വേറെ നല്ലതുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനത്തെ ഇലയാണ്. ഇപ്പം നേരത്തെ കണ്ട ഇലയിൽ അതുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. അതിനകത്ത് ഇങ്ങനെ എന്തൊക്കെയോ ഒരു പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ഒരു ഹാർട്ട് ഷേപ്പിൽ വരുന്ന രീതിയിലുള്ള പിന്നെ ഇലയാണ് പാടത്താളിക്ക് വരിക. അപ്പോൾ ഇത് ഞാൻ കുറച്ചും കൂടി നല്ലത് ഞാൻ അപ്പുറത്തുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ പാടത്താളി തപ്പി ഇത് നമുക്ക് പാടത്താളി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ പാടത്താളി ഉണ്ട്, പക്ഷെ നിങ്ങളെ കാണിക്കാൻ പാകത്തിന് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം ഇത് കണ്ടോ, ഇതാണ് പാടത്താളി. പാടത്താളി എന്ന് മാത്രമല്ല, നമ്മൾ പാടവള്ളി അങ്ങനെയൊക്കെ നമ്മൾ ഇതിനെ പറയാറുണ്ട് കേട്ടോ. നിങ്ങളവിടെ എല്ലായിടത്തും എങ്ങനെയാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. നമ്മളിവിടെ പാടത്താളി തന്നെയാണ് കേട്ടോ പറയാറുള്ളത്. ഇങ്ങനെ പറമ്പിലൊക്കെ ഇങ്ങനെ നിലത്ത് കൂടെ ഇങ്ങനെ പടർന്നു പോയിട്ടുണ്ടാവും. പിന്നെ മരത്തിലൊക്കെ കയറും കേട്ടോ. വള്ളി മരത്തിലൊക്കെ കയറിയിട്ടും ഉണ്ടാവും, നിലത്ത് ഇങ്ങനെ പടർന്നിട്ടുണ്ടാവും. എനിക്ക് തോന്നി ഈ സമയത്ത് നല്ല മൂത്തിരിക്കുന്ന സമയം തോന്നുന്നു. ഞാനിങ്ങനെ തളിരില നോക്കിയിട്ടാണ് ഞാൻ നടക്കുന്നത്. പക്ഷേ പിന്നെ കുറച്ച് അത്യാവശ്യം മൂത്താണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ പാടത്താളി. ഈ ഇലയുടെ ഷേപ്പ് കണ്ടോ, ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഹാർട്ട് ഷേപ്പിലൊക്കെ വരുന്ന ആ ഒരു ഷേപ്പിൽ വരുന്ന ഒരു പിന്നെ ഇലയാണ് ഇതിൻ്റെത്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചിട്ട് ഇങ്ങനെ പുതപ്പ് പോലെ ഉണ്ടോ? അങ്ങനെയില്ല, എന്നാലും ചെറുങ്ങനെ ഒരു എന്താ പറയുക, ഒരു തളിരിലയൊക്കെയാണ് ഈ മുകളിൽ ഇങ്ങനെ ഒരു സ്പോഞ്ച് പോലെ ഉണ്ടാവും കേട്ടോ. ഇത് കണ്ടോ, അത്യാവശ്യം മൂത്ത ഇലയാണ് ഇത് മൊത്തത്തിൽ. അപ്പോൾ നമുക്കിതിൻ്റെ താളിയാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാടത്താളിയുടെ താളി. കാരണം നമ്മൾ തയ്യാറാക്കി കഴിയുമ്പോൾ നമുക്കിങ്ങനെ അലുവ കഷ്ണം പോലെയൊക്കെ കിട്ടും കേട്ടോ. നല്ല രസമാണ് പാടത്താളിയാണ്, പക്ഷെ നല്ല തണുപ്പാണ്. അപ്പോൾ മഴയായതുകൊണ്ട് തന്നെ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ തണുപ്പ് പറ്റാത്തവരൊക്കെ ആണെങ്കിൽ അത് നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ പാടത്താളി ഉപയോഗിക്കാൻ പാടുള്ളൂ. നമുക്ക് ഈ പാടത്താളിയുടെ ഇലയും ഉപയോഗിക്കാം, പിന്നെ ഇതിൻ്റെ വള്ളിയും എല്ലാം കൂട്ടി അരച്ചെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ, നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വള്ളിയടക്കം നിലത്തൂടെ പടരുന്നതുകൊണ്ട് അത്യാവശ്യം പിന്നെന്താ പറയുക, മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കണം. മണ്ണില്ലാതെ കിട്ടുമോ നോക്കണം. ചിലപ്പോൾ മരത്തിലൊക്കെ കയറി ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് കയറിയിട്ടുണ്ടാവും. അതൊക്കെ ആകുമ്പോൾ നമുക്ക് വലിയ ചെളിയില്ലാതെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലതാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് മുടി വളരാനും പുതിയ മുടികൾ വളരാനും പിന്നെ സ്കാൽപ്പ് മുടിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ പാടത്താളി നന്നായിട്ട് സഹായിക്കുന്നുണ്ട്.
പിന്നെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് നമ്മുടെ പാടത്താളിയുടെ കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ ഇത് എന്തൊക്കെയോ മെഡിസിൻ വാല്യൂസ് ഒക്കെ ഉള്ളതാണ്. പക്ഷേ ഇത് എന്തിനു ഉപയോഗിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ കണ്ടപ്പോൾ ഒന്ന് കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. നമ്മുടെ പച്ചമരുന്ന് കടകളൊക്കെ ഇല്ലേ, അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ വേണ്ടി പറ്റൂ കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് പാടത്താളിയും കിട്ടിയിട്ടുണ്ട്, കൂണും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് പാടത്താളി എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, അതെങ്ങനെയാണ് മുടിയിൽ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇപ്പോൾ നമ്മൾ പറിച്ചുകൊണ്ട് വന്നിട്ടുള്ള പാടവള്ളിയൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നിലത്തു നിന്നൊക്കെ പറിച്ചെടുത്തുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണൊക്കെ ഉണ്ടാവും. അതിൻ്റെ വള്ളിയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് തന്നെ നിങ്ങൾ എടുക്കണം. ഇനി നമുക്കിതൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കല്ലിലൊക്കെ കുറച്ചെടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. ആ രീതിയിൽ ചെയ്യുന്നവർക്ക് ആ രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ മിക്സിയിലിട്ട് അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് മൂത്ത് ഇങ്ങനെ മുരടിച്ച പോലത്തെ വള്ളികളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ കട്ട് ചെയ്തിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള വള്ളികൾ എടുത്താൽ മതി കേട്ടോ. സോഫ്റ്റ് അല്ല, ഒരുവിധം കട്ടിയുള്ള വള്ളികൾ തന്നെയാണ്. വലിയ വള്ളികൾ ഉണ്ടെങ്കിൽ മാത്രം കട്ട് ചെയ്താൽ മതി. അരയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ചെറിയ രീതിയിലുള്ള വള്ളികളായാലും കുഴപ്പമൊന്നുമില്ല, കാരണം നമുക്കിത് അരിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് പൊടി വന്നാലും പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ താളി നിങ്ങൾക്ക് എത്രമാത്രം വേണോ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഏകദേശം ഒരു 1.5 ഗ്ലാസ് വെള്ളമൊക്കെ ഇവിടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിതാ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളിത് അരിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, കുറച്ച് വെള്ളം പോലെയൊക്കെയാണ് കിട്ടുക. പക്ഷേ നമ്മുടെ പാടത്താളിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഇങ്ങനെ കുഴമ്പൽ പരുവത്തിൽ കുറച്ചും കൂടി കട്ടിയായിട്ട് വരും കേട്ടോ. പിന്നെ നമ്മൾ വെള്ളം കൂടി കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം പോലെ തന്നെ അത് ഉണ്ടാവും. നമ്മൾ ആ ഒരു അളവിന് മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. കുറഞ്ഞ അളവിലാണ് വെള്ളം ചേർക്കുന്നതെങ്കിൽ നമുക്ക് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിങ്ങനെ അലുവ കഷ്ണമൊക്കെ മുറിച്ചെടുക്കുന്നില്ല, അതേപോലെ കിട്ടും കേട്ടോ. നമുക്കിപ്പോൾ അരിക്കുന്നതിന് മുമ്പ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെയാണ്. ഇങ്ങനെ പിന്നെ അരച്ചെടുത്തത് നമ്മളിങ്ങനെ പാത്രത്തിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ കട്ടി കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ വീഴൂലേ, നമ്മൾ ഉലുവ ജെല്ലൊക്കെ ഇല്ലേ, അതേപോലെ വീഴുന്നത് പോലെയാണ് കേട്ടോ വീഴുന്നത്. അപ്പോൾ കുറഞ്ഞ അളവിൽ വെള്ളം ചേർത്താൽ മതി, കൂടിയ അളവിൽ വെള്ളം ചേർക്കണ്ട. പിന്നെ ഇതിൻ്റെ കളറ് നല്ല രസമാണ് കേട്ടോ. നമുക്കൊരു റെഡിഷ് ബ്രൗണിലാണ് നമുക്ക് ഈ ഒരു കളറ് കിട്ടുക. അപ്പോൾ നമ്മുടെ പാടത്താളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മുടിയിലും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിത് മുടിയിൽ തേക്കുന്ന സമയത്ത് നിങ്ങളുടെ മുടി ഒരുപാട് ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം കേട്ടോ. എൻ്റെ മുടി ഒരുപാട് ഡ്രൈനെസ് ഇല്ല, ചെറിയ രീതിയിൽ ഓയിലി ഫീൽ ആണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഓയിൽ തേക്കുന്നില്ല. ഒരുപാട് ഡീപ്പ് ഹെയർ ഓയിലിംഗ് ഒന്നും ചെയ്യാൻ പാടില്ല, കുറഞ്ഞ അളവിൽ കേട്ടോ. കുറഞ്ഞ അളവിൽ ഓയിൽ തേച്ചിട്ട് നമുക്കിത് തേച്ച് കൊടുക്കാം. അപ്പോൾ തേക്കുന്ന സമയത്ത് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. ബാക്കിയുള്ളത് മുടിയിലേക്ക് തേച്ചാൽ മതി. മുടിയിലേക്ക് തേക്കണം നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾ എന്തായാലും സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ കുഴമ്പൽ പരുവത്തിലായിട്ടില്ല കേട്ടോ. കുറച്ച് വെള്ളം പോലെ തന്നെയാണ്. പക്ഷെ അങ്ങനെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പം നിങ്ങൾ കുറച്ച് വെള്ളം കൂടുതലായിട്ടാണ് ചേർക്കുന്നതെങ്കിൽ ചിലപ്പോൾ വെള്ളം പോലെയാണ് കിട്ടുക. അപ്പോൾ താളി ഫോമിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെയാണെങ്കിലും നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. താരൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ, മുടികൊഴിച്ചിലിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനും നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനും സഹായിക്കുന്ന ഒരു താളിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മുടിയിൽ സ്കാൽപ്പിലൊക്കെ തേച്ചിട്ട് പിഴിഞ്ഞിട്ട് മുടി കെട്ടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഒട്ടും തണുപ്പൊക്കെ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ കഴുകാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചാലും കുഴപ്പമില്ല. തണുപ്പ് പ്രശ്നമില്ലാത്തവരാണെങ്കിൽ തേച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം വെച്ചിട്ട് കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ച് സമയം വെക്കുകയാണെങ്കിലാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ താളി തേച്ച് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് നേരം വെച്ചിട്ട് നമ്മൾ കഴുകുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. പിന്നെ പാടത്താളി ആയതുകൊണ്ട് ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ നല്ല തണുപ്പാണ്. തണുപ്പ് പറ്റാത്തവർ ഒരുപാട് സമയം വെക്കണമെന്നില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് കഴുകണമെങ്കിൽ കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇനി നമ്മൾ കഴുകുന്ന സമയത്ത് വേറെ ഷാമ്പോ താളി ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ കഴുകി എടുത്താൽ മതി. പിന്നെ ഇത് വെള്ളം പോലെ ആയതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ കഴുത്തു കൂടെയൊക്കെ ഒഴുകുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പാടത്താളിയില്ലേ, അത് നമ്മൾ മിക്സിയിൽ അരയ്ക്കുന്നതിനേക്കാളും നമ്മൾ കല്ലിൽ ഉരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ലതാണ്. പെട്ടെന്ന് ആ ഒരു താളി ഫോമിൽ ആ ഒരു കട്ടിയായ ഒരു ഫീൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ കട്ടി ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് എങ്ങനെയാണോ കംഫർട്ട് ആ രീതിയിൽ നിങ്ങൾ അരച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ ഒരു താളി നമ്മൾ ആഴ്ചയിൽ ഒരു 2 തവണയോ 3 തവണയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മുടി നല്ല ഉള്ളോടുകൂടി വളരാനും കട്ടിയായിട്ട് വളരാനൊക്കെ നന്നായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഉള്ളവർ പറ്റുന്നവർ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് കൂണ് തയ്യാറാക്കുന്നതും കൂടി കാണിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മത്തൻ്റെ ഇലയൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്കൊന്ന് ചുട്ടെടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ എനിക്ക് ഇളയ മത്തൻ്റെ ഇല കിട്ടിയില്ല. അപ്പം പിന്നെ സമയവും പോയി കേട്ടോ. അപ്പം നോക്കട്ടെ, നമുക്ക് ഇനി കൂണൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് എന്തായാലും അങ്ങനെ ഒരു വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ പാടത്താളി പറിക്കുന്നതും തയ്യാറാക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.